ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യനാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, മനുഷ്യരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങളുമായി മുമ്പോട്ട് വരുന്ന ഒരാൾ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മളെ നിരന്തരം അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതല്ല എലോൺ മസ്ക് തൻ്റെ സാമ്രാജ്യവും തൻ്റെ സ്വപ്നങ്ങളും. അതിനു പിന്നിൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ, ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ കഥയുണ്ട്. എലോൺ മസ്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് നോ ദി പവർ ഓഫ് യുവർ ഡ്രീംസ്. നമ്മൾ പലപ്പോഴും സ്വപ്നം കാണുമ്പോൾ മറ്റു പലരും പറയും എന്തുകൊണ്ട് നടക്കില്ല എന്ന്. നമ്മളും പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ട് ഇത് നടക്കില്ല എന്ന്, നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതൊക്കെ. പക്ഷേ അതെല്ലാം രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ പ്രതിസന്ധികളിലേക്ക് നോക്കരുത്. എലോൺ മസ്ക് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക, അത് ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സ്വപ്നം വലുതാണ് എന്നതുകൊണ്ട് അത് ഇമ്പോസിബിൾ ആണെന്ന് ഒരിക്കലും അർത്ഥമില്ല. ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് ചാടിക്കയറി പഠിക്കുന്നത്. ഇത് മറ്റാരുമല്ല പറയുന്നത്, മാർസിൽ കോളനി തുടങ്ങി മനുഷ്യരവിടെ പാർക്കണം എന്ന് സ്വപ്നം കാണുന്ന എലോൺ മസ്ക് ആണ്. അതുകൊണ്ട് സ്വപ്നങ്ങളെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് വി നീഡ് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഒരു കാര്യത്തോട് നമുക്ക് എന്തോരം കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ അത്രയും കൂടുതൽ ദൂരം പോകാൻ, അത്രയും കൂടുതൽ എഫേർട്ട് ഇടാൻ, അത്രയും മറ്റു കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയും. എലോൺ മസ്ക് തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഐ വിൽ സ്പെൻഡ് എവറിത്തിങ് ഐ ഹാവ് ടു ദ ലാസ്റ്റ് ഡോളർ ഓൺ ദീസ് കമ്പനീസ്. ഒരു ചെറിയ കുടിസുമുറിയിൽ ജീവിക്കേണ്ടി വന്നാൽ പോലും എൻ്റെ അവസാനത്തെ നാണയം വരെ ഞാൻ പടുത്തുയർത്തിയ കമ്പനികളിലേക്ക് ഞാൻ ഇടും. കാരണം അതാണ് എൻ്റെ സ്വപ്നം, ആ കമ്പനികളിലാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. അതിനുവേണ്ടി ബാക്കി എന്തെല്ലാം വേണ്ടെന്ന് വെക്കാനും എത്ര ദൂരം പോകാനും ഞാൻ തയ്യാറാണ്. ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ ശക്തി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ബി പേഴ്സിസ്റ്റൻറ്റ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, നടന്നില്ല, വീണ്ടും ട്രൈ ചെയ്തു, നടന്നില്ല, നിർത്തിപ്പോകാൻ സമയമായിട്ടില്ല, വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഫോൺ എടുക്കുന്നത് വരെ വീണ്ടും വീണ്ടും ഒരാൾ നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു അത് ഇലോൺ മസ്ക് ആണ്. കാരണം അദ്ദേഹത്തിന് നോ എന്നുള്ള വാക്കും മനസ്സിലാവില്ല, അദ്ദേഹത്തിന് തോറ്റു കൊടുക്കാനോ നിർത്തിപ്പോകാനോ അറിയില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഏതറ്റം വരെയും പോകാൻ, എത്ര നാൾ വേണമെങ്കിലും പരിശ്രമിക്കാൻ തയ്യാറായിട്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നത്. എലോൺ മസ്ക് വീണ്ടും പറയുന്നുണ്ട്, പെർസിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് നോട്ട് ഗിവ് അപ്പ് അൺലെസ് യു ആർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ്. അദ്ദേഹം നേരിട്ടതുപോലെ പരാജയങ്ങളെ നേരിട്ട ഒരു മനുഷ്യനില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കോടികൾ മുടക്കി പണിത റോക്കറ്റ് ആകാശത്തേക്ക് ഉയർന്നു പോകി അതുപോലെ തന്നെ നിലംപതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിരാശ, നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥ, അത് തൻ്റെ കൺമുമ്പിൽ കണ്ടു നിന്നിട്ടുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. എത്രയോ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു, ആകാശത്തേക്ക് ഉയർന്നതുപോലെ തന്നെ നിലംപതിച്ച റോക്കറ്റുകൾ. എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല. ആ പരാജയങ്ങൾക്കപ്പുറവും കാത്തിരുന്നു മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. എലോൺ മസ്കിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്വപ്നങ്ങളെ പണത്തിനപ്പുറം കാണാൻ പഠിക്കുക. ലോകത്തിൽ ഒരാളും പണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ച് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടില്ല. അവർക്കെല്ലാം അതിനപ്പുറം ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, വലിയ സ്വപ്നമുണ്ടായിരുന്നു, ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു മറ്റൊരു വഴി കണ്ടുപിടിക്കണം എന്നൊന്നുമല്ല. എങ്ങനെയാണ് ലോകത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണ് എന്നുള്ളതാണ്. ലോകത്തിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ് എന്നുള്ളതാണ്. പണത്തിൻ്റെ ഉപരിപ്ലവമായ തലങ്ങൾക്കപ്പുറം നിന്ന് സ്വപ്നം കാണുന്നവരാണ് ഈ മനുഷ്യർ. പണം അതിൻ്റെ പിറകെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇലോൺ മസ്ക് പറയുന്നത്. അടുത്ത കാര്യമാണ് ഇഫ് യു വാണ്ട് ടു വിൻ ബിഗ് ദെൻ ബി പ്രിപ്പയർഡ് ഫോർ എ ലോട്ട് ഓഫ് പെയിൻ. നമ്മൾക്ക് വലിയൊരു സ്വപ്നം വേണമെങ്കിൽ അതിൻ്റെ വില കൊടുക്കാൻ തയ്യാറാവുക, അതിൻ്റെ ഹാർഡ് വർക്ക് ഇടാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങുക. ഇത് റോസാപ്പൂ വിതറിയ സുന്ദരമായ വഴിയാണെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. ഇവിടെ കല്ലുകളുണ്ട്, മുള്ളുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വിയർപ്പുണ്ട്. ആ പെയിൻ എടുക്കാൻ, ആ കഷ്ടപ്പാടെടുക്കാൻ, ആ വേദന എടുക്കാൻ റെഡിയായിട്ട് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. എലോൺ മസ്ക് ഈ കാര്യത്തിൽ ഒരു ഹീറോയാണ്. ചില ദിവസങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ക്യാബിനിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട്. 80-100 മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന ആഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മറ്റുള്ളവർ 40 മണിക്കൂറുകൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ 80 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഇതെനിക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റുള്ളവരെക്കാൾ 2 മടങ്ങ് വേഗത്തിൽ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ ചിലപ്പോഴെങ്കിലും സംശയം തോന്നുമ്പോൾ, ഒരു സെൽഫ് ഡൗട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എലോൺ മസ്കിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസ് ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അവസാനം സ്പേസ് എക്സിൻ്റെ ഒരു റോക്കറ്റ് ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ, ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അദ്ദേഹം സംതൃപ്തിയോടെ ആഹ്ലാദിച്ച് നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിലേക്കൊന്ന് നോക്കിയാൽ മതി. ഒരു സ്വപ്നവും ചെറുതല്ല, ഒരു സ്വപ്നവും വെറുതെ വിട്ടുകളയാനുള്ളതുമല്ല. ഇൻസ്പയറിംഗ് ഫ്രീ.